വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വന്നത് നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നത്. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇതാ: ഉള്ളി പൊടിച്ച് വെച്ചിട്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ബ്രെഡ് പൊടിച്ച് വെച്ച്, പിന്നെ ഇറച്ചി വേവിച്ച് വെച്ച്, പിന്നെ ഉരുളക്കിഴങ്ങും. ഇറച്ചിയല്ല, ചിക്കൻ. അപ്പം ഇത്രയും സാധനങ്ങൾ കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. വെച്ച് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് കഴിയുമ്പോൾ ഫ്രൈ പാൻ ചൂടായാലും നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഓർക്കനെ പറയൂ, കേൾക്കൂല. ഉള്ളി വാട്ടിയിട്ടെടുക്കാം. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാടി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ച് കൊടുക്കാം. കരിവേപ്പില നല്ലവണ്ണം വഴറ്റുക. അത് വഴറ്റി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ ഉള്ളി ഇവിടെ നല്ലോണം ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇടാം. ഒരു ചെറിയൊരു സ്പൂണിൻ്റെ ഇത് ഗരം മസാലപ്പൊടി ഇടാം. പിന്നെ ഒരു സ്പൂണ്. പിന്നെ നമ്മൾ പെപ്പർ പൊടിയാണ്, കുരുമുളക് പൊടി, ചെറിയ കുറച്ച് മുളക് പൊടി ഇടാം. കളറിന് മുളക് പൊടി ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കൻ പൊടിച്ച് വെച്ചതായിരുന്നു. ചിക്കൻ വേവിച്ച് പൊടിച്ച് വെച്ചത് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് പൊടിക്കണം. ഉരുളക്കിഴങ്ങ് നല്ലോണം പൊടിച്ച് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ കുത്തട്ടോ, ഇങ്ങനെ ചതക്കിയെടുക്കാം, ഉടച്ചെടുക്കാം. നല്ലൊരു സ്നാക്കായത് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വെരി നൈസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലോണം ഉടച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒക്കെ എല്ലാം കൂടി ഗൈസ്, നമ്മളെ ഇവിടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാം. ശേഷം രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഇതിൻ്റെ വെള്ളം മാത്രമാണ് ആവശ്യമുള്ളത്. വെള്ളം മാത്രം ചുവപ്പ് ഇവിടേക്ക് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, ചുവപ്പ്. ഇത് വെള്ളം. എല്ലാം അടിച്ചെടുക്കാം. ഇതിനടിച്ചാൽ പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് അടിച്ചെടുക്കണം. എന്താക്കണം, ഇതിങ്ങനെ കൈ കൊണ്ട് നല്ലതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട്
എന്താക്കണം എന്നിട്ട് ഇതേപോലെ ഉരുളകളാക്കി എടുക്കാം. ആ തന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുളാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്താ ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഉരുളകളാക്കിയതിന് ശേഷം ഇതേപോലത്തെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് എല്ലാം ഇവിടെ എല്ലാം ഷേപ്പാക്കി ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിലേക്ക് ഇടാം. റസ്ക് പൊടി അല്ല ബ്രെഡ് പൊടി. റസ്ക് തെറ്റി. ബ്രെഡ് പൊടിച്ചത് ഞാൻ ബ്രെഡോടെ ഇപ്പോൾ ഉണ്ടാക്കിയത്. നമുക്ക് എന്ത് വേണം എടുക്കാം. റസ്ക് ആണെങ്കിൽ റസ്ക് എടുക്കാം, ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ്, എന്തെങ്കിലും പൊടി വേണമെന്നേ ഉള്ളൂ. ബ്രെഡ് പൊടിച്ചതായത് ഇപ്പോൾ എല്ലാം നമുക്കിതിൽ മുക്കി ഇങ്ങനെ മുക്കുക, എന്നിട്ട് അങ്ങനെ മുക്കണം. ഒക്കെ എല്ലാം മുക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എല്ലാ കട്ട്ലേറ്റും എന്താ പറയുക റസ്ക് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുക്കിയിട്ട് റെഡി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്താക്കണം, ഇത് ഒഴിച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ അതിലോട്ടിട്ട് പൊരിച്ചെടുക്കണം. തിളക്കട്ടെ. പിന്നെ നല്ലപോലെ ചൂടായി വരുന്നതിന് ശേഷം ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവിടേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. കട്ട്ലേറ്റ് നമ്മൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എന്താക്കണം പോലെ കട്ട്ലേറ്റ് ഇടുകയാണ്. അതേപോലെ തന്നെ ഗൈസ് നമുക്ക് എല്ലാ കട്ട്ലേറ്റും അതിലേക്ക് ഇടാം. ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റെഡിയായി പൊരിച്ചിട്ടുണ്ട്. ഒന്നും തിന്നൂല, അതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോ നാളെ വരുന്നതിന് അസ്സലാമു അലൈക്കും.